ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങിയ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെന്ന മുഖ്യമന്ത്രി. വിവരങ്ങളുമായി വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിജിൻ, ഇന്ന് നിർണായക യോഗം ചേർന്നു. ആ യോഗത്തിലടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? ഇപ്പോൾ ജീവനക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രിയും ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ തീർച്ചയായും അല്പം മുമ്പാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗം അവസാനിച്ചത്. ഓൺലൈനായാണ് യോഗം ചേർന്നത്. ഇതിൽ കൃത്യമായ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അനർഹരെ ആരെയും ഈ ക്ഷേമ പെൻഷൻ ലിസ്റ്റിൽ ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ മന്ത്രിമാരും മറ്റുദ്യോഗസ്ഥർക്കും ഒക്കെ ഈ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനമായി സർക്കാർ കാണുന്നത് ഈ സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തിയ സംഭവത്തിൽ കർശനമായ നടപടിയും വകുപ്പ് തലത്തിലുള്ള നടപടിയും സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ ഉണ്ടായിരുന്ന ആളുകൾ മസ്റ്ററിംഗ് നടത്തിയാണ്, സർക്കാർ ഉദ്യോഗം ലഭിച്ചതിന് ശേഷവും മസ്റ്ററിംഗ് നടത്തിയാണ് ഈ ലിസ്റ്റിൽ വീണ്ടും പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായതായി മാത്രം കാണാൻ കഴിയില്ല, ഗൗരവപരമായ കുറ്റം തന്നെയാണ്. അത്തരത്തിൽ മസ്റ്ററിംഗ് നടത്തി ഈ ലിസ്റ്റിൽ തുടരുന്ന ആളുകളുടെ കാര്യത്തിലുള്ള നടപടികൾ ശക്തമായി നടത്താനും ഒപ്പം തന്നെ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കാനും ഉള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റ് അനർഹർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് പരിശോധിക്കാൻ വകുപ്പ് തലത്തിൽ തന്നെ പരിശോധിക്കാനുള്ള നടപടിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ മറ്റ് സ്ഥലങ്ങളിൽ പല നഗരസഭകളിലും ഒപ്പം തന്നെ പഞ്ചായത്തുകളിലും ഒക്കെ ഉള്ള ലിസ്റ്റുകളിൽ അനർഹരും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളും ഒക്കെ ലിസ്റ്റിൽപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലുള്ള കർശന പരിശോധന നടത്താനും അവരെ അതിൽ നിന്ന് ഒഴിവാക്കാനും ഇത് ബോധപൂർവം ചെയ്തതാണെങ്കിൽ അവർക്കെതിരായ കർശനമായ നടപടി സ്വീകരിക്കാനുമാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ധനവകുപ്പിന് ഇക്കാര്യത്തിലുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്താനും ഇവരുടെ സാമ്പത്തിക നില പരിശോധിക്കാനും ഒക്കെ പഞ്ചായത്ത് തദ്ദേശ വകുപ്പുമായി ചേർന്ന് ഇക്കാര്യത്തിലുള്ള തീരുമാനം എടുക്കാനുള്ള നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുണ്ട്. വർഷ വിജിനി, തദ്ദേശ വകുപ്പുകളുമായി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന, അതിനുശേഷം ഈ വാർഷിക മസ്റ്ററിംഗ്, എങ്ങനെ കൃത്യമായ നടപടികളിലേക്ക് ഇനി സംസ്ഥാന സർക്കാർ കടക്കുന്നു? ഇങ്ങനെ അർഹതയില്ലാത്തവർ ഇനി പിടിക്കപ്പെടും എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നിലവിൽ തന്നെ ഈ മസ്റ്ററിംഗ് സംവിധാനം കൊണ്ടുവന്നത് ഈ അനർഹർ ഇത്തരത്തിൽ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് തടയാനായിരുന്നു. പക്ഷേ അത്തരത്തിൽ ബോധപൂർവമായ ഒരു നടപടിയാണ് ഇത്തരം സർക്കാർ ജീവനക്കാരും ഒപ്പം സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളുമൊക്കെ ഈ പട്ടികയിൽപ്പെട്ടതിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ബോധപൂർവം ഇക്കാര്യത്തിൽ അത്തരം ഒരു നടപടികൾ സ്വീകരിച്ചതായി കണ്ടെത്തിയാൽ അവർക്കെതിരായ കർശനമായ നടപടിക്കാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ഇത്തരക്കാരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ആരെങ്കിലും ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരോ ഒപ്പം ആളുകളോ ഒക്കെ അതിന് സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള നടപടിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഇതിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കാനുള്ള തീരുമാനമാണ് യോഗം കൈക്കൊണ്ടിട്ടുള്ളത്. ധനമന്ത്രി KN ബാലഗോപാൽ, ഒപ്പം തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ്, ചീഫ് സെക്രട്ടറി, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ആണ് യോഗത്തിൽ പങ്കെടുത്തത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനുള്ള കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും നടത്താനാകും ധനവകുപ്പും മറ്റ് വകുപ്പുകളും തീരുമാനിക്കുക. നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ എന്തായാലും ഈ മസ്റ്ററിംഗ് കൂടി നടത്തിയത് ബോധപൂർവമാണ് എന്നാണ് സർക്കാർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ 1400 മുകളിൽ ഉള്ള ആളുകൾക്ക് എതിരായ നടപടി ഏത് രീതിയിൽ വേണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വകുപ്പ് തലത്തിലുള്ള നടപടികളും ഉണ്ടാകും എന്നാണ് ഇന്നത്തെ യോഗത്തിന് ശേഷം വരുന്ന വിവരങ്ങൾ. വിജിൻ, കോട്ടക്കലിലേക്ക് എത്തിയാൽ തന്നെ അതിൽ ഈ 42 ലിസ്റ്റ് പ്രകാരം 42-ൽ 32 പേരും അനർഹരാണ് എന്നടക്കമുള്ള കണ്ടെത്തലുകളിലേക്ക് എത്തിയിരുന്നു. ഇനിയുള്ളത് വിജിലൻസ് അന്വേഷണം, അതിനുശേഷമുള്ള തുടർ നടപടികളാണല്ലേ? വർഷ, തീർച്ചയായും ഈ കോട്ടക്കലിലെ വിഷയം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളതെങ്കിലും സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്ന ഒരു നിഗമനത്തിലാണ് സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൃത്യമായ ഈ തദ്ദേശ വകുപ്പുമായി ചേർന്ന് കൃത്യമായ ഒരു പരിശോധന നടത്താനുള്ള നിർദ്ദേശം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് ആരെങ്കിലും സഹായം നൽകി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതാണോ എന്നതുൾപ്പെടെയുള്ളവ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള പരിശോധനകളും അതുപോലെ തന്നെ
അന്വേഷണം നടത്താനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മറ്റു തലത്തിൽ വകുപ്പ് തലത്തിൽ പരിശോധിക്കേണ്ടവ പരിശോധിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ കർക്കശമായ നടപടികളിലേക്ക് കൂടി കടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. ഇതൊരു സാധാരണ സംഭവമായി യാദൃച്ഛികമായി സംഭവിച്ചതായി കാണാൻ കഴിയില്ല. ബോധപൂർവമായി മസ്റ്ററിംഗ് നടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗൗരവകരമായ കുറ്റമാണ്. ഇത്തരത്തിൽ സാധാരണക്കാരന് പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട തുക ഇത്തരത്തിൽ വകമാറ്റി തട്ടിയെടുക്കുന്ന നിലയിലേക്ക് വന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള കർശന നടപടിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി വിജിൻ, ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങിയ ജീവനക്കാർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം വിളിച്ചു. ഇനി വാർഷിക മസ്റ്ററിംഗ് ആയിരിക്കും. അതിനുശേഷം അനർഹരായവരെ കണ്ടെത്തി കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളാണ് വിജിൻ വായാന്തോട് നൽകിയത്.